ഫഹദിൻ്റെ കയ്യിൽ കാണുന്ന ഈ ഫോൺ ഒരു നിസ്സാര ഫോണാണെന്ന് വിചാരിക്കണ്ട. നമ്മൾ വിചാരിക്കും ഇതൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാണ്ട് പുള്ളി ലോക്കൽ ഫോൺ യൂസ് ചെയ്യുന്ന മറ്റേ നോക്കിയേൻ്റെ ടോർച്ച് സെറ്റാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് നോക്കിയേൻ്റെ ടോർച്ച് സെറ്റല്ല. ഇതാണ് വെർച്ചു എന്ന കമ്പനീൻ്റെ അസെൻറ്റ് TI ഫെരാരി എഡിഷൻ ഫോണാണിത്. ഇത് സാധാരണ ഫോണൊന്നുമല്ല, ഇതൊരു പ്രീമിയം ഫോണാണ്, ലിമിറ്റഡ് എഡിഷൻ. ഒരു 1900 2000 മുമ്പാണ് ഈ സംഭവം, ഈ ഫോൺ ഇറങ്ങുന്നത്. വെർച്ചു കമ്പനി ഫെരാരിയുമായിട്ട് സഹകരിച്ചിട്ട് പുറത്തിറക്കിയ പ്രീമിയം ഫോണായത്. പ്രീമിയം ഫോൺ വെച്ചാൽ ലിമിറ്റഡ് എഡിഷൻ, കുറച്ച് നമ്പേഴ്സ് ഫോൺ മാത്രമേ ഇത് പുറത്തിറക്കിയിട്ടുള്ളൂ. ഈ ഫോണിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ടൈറ്റാനിയം അലോയ് കൊണ്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ പിൻഭാഗത്തുള്ള ലെതറും സ്റ്റിച്ചിങ് എല്ലാം ഫെരാരിക്കാറിൻ്റെ ഒരു ഡിസൈനും അതുപോലെ ആ ഒരു പാറ്റേണിലാണ് നിർമ്മിച്ചത്. ഈ ഫോണിൻ്റെ 2.0 ഇഞ്ച് സ്ക്രീനാണ് ഈ ഫോണിന്. സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് വെച്ചിട്ടാണ് ഈ ഫോണിൻ്റെ സ്ക്രീന് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് ഫ്രണ്ടിൽ സെൽഫി ക്യാമറയൊന്നുമില്ല. പക്ഷേ ഇത് ഇന്നത്തെ സ്മാർട്ട് ഫോണിൻ്റെ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും അന്നത്തെ കാലത്ത് ഇതൊരു ലക്ഷറി ഫോണാണ്. ഇത് ഇറക്കിയിട്ടുള്ള ഓരോ ഫോണും കൈകൊണ്ട് നിർമ്മിച്ച ഫോണാണ്. അത് മാത്രമല്ല ഈ ഫോണിൻ്റെ പ്രത്യേകത. ഈ ഫോണിൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് വെച്ചാൽ യമഹയുടെയും ഡോൾബി അറ്റ്മോസിൻ്റെയും സൗണ്ട് സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഫോൺ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സ്മാർട്ട് ഫോണല്ല, പക്ഷേ വില കുറവായിരിക്കും. പക്ഷേ ഈ ഫോണിന് ഏകദേശം 2 ലക്ഷം രൂപയിലധികം വില വരും. ചില മോഡലുകൾക്ക് അതിലും വില വരും. ലിമിറ്റഡ് എഡിഷൻ ഫോണായതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇത് ഒരു മിനിമൽ ഫോൺ എന്നതിലുപരി ഇതൊരു ലക്ഷറി ഐറ്റമാണ്. പക്ഷെ നമുക്കിതിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ഇത് ലോക്കൽ ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് കോളിംഗ് വരെ സപ്പോർട്ടായ ഫോണായത്. ദിസ് ഈസ് നോട്ട് എ ലോക്കൽ ഫോൺ, ഇറ്റ്സ് എ ലക്ഷറി ഐറ്റം.